ഹലോ ഗേസ്, നമുക്കിന്ന് ചേമ്പ് പുഴുങ്ങിയതും കാന്താരി സംബന്ധിയും കൂടെ കഴിച്ചാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചേമ്പൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നല്ലോണം ചേരണ്ടി കഴുകി വൃത്തിയാക്കി ഒരു കാലത്തിൽ നമ്മളിത് അടുപ്പേ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിന് ഒരു കാന്താരി സംബന്ധി ഉണ്ടാക്കേണ്ടതുകൊണ്ട് നമ്മൾ പോവുകയാണ് കാന്താരി പറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ തൊടിയിലേക്ക് ഇറങ്ങിപ്പോയി കാന്താരിയൊക്കെ പറിക്കാൻ പോയി. ചെറിയ കാന്താരിയാണ്, പറിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. എന്നാലും നമ്മൾ പറിച്ചെടുക്കാം, നല്ല ടേസ്റ്റാണ് ഈ കാന്താരിക്ക്. അപ്പോൾ നമ്മൾ എന്നിട്ട് തിരിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചേമ്പ് നല്ലോണം തിളച്ച് നല്ല വേകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാന്താരിമുളകൊക്കെ ഒന്ന് കഴുകിയെടുത്ത് നമ്മൾ മിക്സിക്കകത്താണ് അരച്ചെടുക്കുന്നത്. കല്ലിൽ അരയ്ക്കുകയാണെങ്കിൽ വലിയ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളി, ഉപ്പ്, അതിനൊരു കുറച്ച് പുളിയൊക്കെ കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് അരച്ചൊരു സമ്മന്തിയാക്കും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നല്ലോണം എണ്ണ ഒഴിക്കണം കേട്ടോ. ഭയങ്കര എരിവാണ്, പക്ഷേ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ചേമ്പ് പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി സംബന്ധി ഇഷ്ടമായോ?